പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം ഏവർക്കും അറിവുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫൻട്രി റെജിമെൻ്റായ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ് മഹാഗണപതി ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ തിരുമലയിലുള്ള ശ്രീ ഹനുമാൻ ക്ഷേത്രമുണ്ട്. വേട്ടമുക്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഇതെല്ലാം മദ്രാസ് റെജിമെൻ്റൽ പ്രോപ്പർട്ടി ആയിട്ട് വരും. 2022 മുതൽ ഫോർത്ത് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള പ്രണവം ബിൽഡിംഗ് അതൊരാൾ അമ്പലത്തിന് ദാനമായിട്ട് കൊടുത്തതാണ്. ക്ഷേമകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കണം എന്ന് വില്ലിൽ എഴുതി വെച്ച് ഗണപതി ക്ഷേത്രത്തിൽ തന്നതാണ്. അപ്പോൾ അതെങ്ങനെ പ്രയോജനപ്രദമാക്കാം എന്ന് നമ്മുടെ ഉന്നത അധികാര ബോഡി അതിൽ കൊടുത്തിട്ടുണ്ട്. കേണൽ ഓഫ് ദ റെജിമെൻറ്റ് ചെയർമാനായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ മഞ്ജീന്ദർ സിംഗ്, സൗത്ത് വെസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡറാണ് അദ്ദേഹം ഇപ്പോഴും. അങ്ങനെ കമ്മിറ്റി കൂടി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ടൈപ്പിൽ ഒരു ഭാഗമായിട്ട് ആ ബിൽഡിംഗ് കൊണ്ടുചെല്ലണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്തും ഇന്ത്യയിലും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സേവാഭാരതിയുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് പല പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ പല പല ജോയിൻ്റ് വെഞ്ചേഴ്സ് ഉണ്ട്, അവർ സ്വന്തമായിട്ട് നടത്തുന്നതുണ്ട്. മഹാഗണപതി ക്ഷേത്രം അതിന് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് രൂപം കൊണ്ട ഡയാലിസിസ് സെൻറ്റർ വരാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ വർഷം ഈ മഹാഗണപതി അമ്പലത്തിൻ്റെ ക്ഷേമകാരുണ്യ പ്രവർത്തനത്തിൽ പുതിയതായിട്ട് ഡയാലിസിസ് പേഷ്യൻസിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വം 10 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോഴത്തേക്കും ഒരു മാസം കൊണ്ട് തന്നെ വളരെ അഭൂതപൂർവമായ റെസ്പോൺസാണ് ഉണ്ടായത്. ഒരു പേഷ്യൻറ്റിന് 10,000 രൂപ വെച്ച് വൺ ടൈം ഇതായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ 10 ലക്ഷം രൂപ അലോട്ടഡ് ആയതും എക്സോസ്റ്റഡ് ആയി. അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് ഈ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുകയും സേവാഭാരതിയുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കൂട്ടായി ഒരു പ്രവൃത്തിയിലാണ് 13-ാം തീയതി ഇനോഗ്രേഷൻ നടത്താൻ പോണ ഡയാലിസിസ് സെൻറ്റർ, ഫ്രീ ഡയാലിസിസ് സെൻറ്റർ സെറ്റായിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ എഫർട്ട് എല്ലാം എടുത്തിട്ടുള്ള സേവാഭാരതിയാണ്. അവരുടെ മേൽനോട്ടത്തിൽ അത് നടക്കും. സാമ്പത്തിക സഹായങ്ങളും ബാക്കി കാര്യങ്ങളുമെല്ലാം മഹാഗണപതി അഡ്വൈസറി കമ്മിറ്റി നിർവഹിക്കും. അപ്പോൾ 13-ാം തീയതി നടത്തുന്ന ഈ ഇനോഗ്രേഷന് നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വൈഡൊരു പബ്ലിസിറ്റിയും കൊടുക്കുന്ന പ്രതീക്ഷിക്കുന്നു. പഴവങ്ങാടി ഗണപതി അമ്പലവുമായിട്ട് ചേർന്ന് നടത്തുന്ന ഈ ഫ്രീ ഡയാലിസിസ് സെന്റർ കേരളത്തിലെ സേവാഭാരതിയുടെ 2ാമത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമാണ്. ഊരകം എന്നുള്ള സ്ഥലത്ത് നമ്മൾ 4 ബെഡ് ഡയാലിസിസ് കേന്ദ്രം കഴിഞ്ഞ ഏകദേശം 6-7 മാസമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിൽ ജാതി മത ഭേദമന്യേ എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസപ്പെട്ട ഡയാലിസിസിന് പ്രൈവറ്റ് ആശുപത്രികളിലോ അല്ലാതെയോ പോയി ചെയ്യാൻ സാമ്പത്തികം ഇല്ലാത്തവരെയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ സുതാര്യവും പഴവങ്ങാടി അമ്പലത്തിൻ്റെയും സേവാഭാരതിയുടെയും ഒരു കമ്മിറ്റി ചേർന്നിട്ടാണ് ഈ എലിജിബിളായിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസിനെ സെലക്ട് ചെയ്യുന്നത്. ഊരകത്ത് നമ്മൾ ഓൾറെഡി അത് നടത്തിയ ഒരു സക്സസ്ഫുൾ മോഡലുണ്ട്. 7 മാസമായിട്ട് വളരെ നല്ല രീതിയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഡയാലിസിസ് പേഷ്യൻസിന് അവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയാലിസിസിൻ്റെ ഈ ഉപദേശം നെഫ്രോളജി അഡ്വൈസ് തരാനായിട്ടുള്ള പാനൽ ഓഫ് നെഫ്രോളജിസ്റ്റുകളുണ്ട്. 2 നെഫ്രോളജിസ്റ്റുകളാണ്. ഒന്ന് ഡോക്ടർ ശ്രീജ, ഡോക്ടർ വിഷ്ണു. അവരുടെ മേൽനോട്ടത്തിലും അവരുടെ മെഡിക്കൽ ഗൈഡൻസിലുമാണ്. പിന്നെ അവിടെ സ്റ്റേഷൻഡായിട്ടുള്ള ഡോക്ടറും നഴ്സസും പാരാമെഡിക്കൽ സ്റ്റാഫും ഡയാലിസിസ് ടെക്നീഷ്യൻസും അവരുടെ എല്ലാ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്.
ദൈനംദിന ആവശ്യത്തിന് ആദ്യം കുറച്ച് നാളത്തേക്ക് ഈ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം അമ്പലത്തിന്റെ സഹായത്തോടുകൂടി നടത്തിയിട്ട് പിന്നെ പൊതുജനങ്ങളുടെ സമൂഹത്തിലുള്ള മനസ്സുള്ളവർക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നടത്തിപ്പിലും അവർക്ക് ഭാഗമാകാം. കാരണം ഏറ്റവും നമ്മൾ കിഡ്നി അസുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഡയാലിസിസിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ആ ചികിത്സയിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഡയാലിസിസിന് വിധേയമായി കഴിഞ്ഞാൽ അത് വളരെ ഇൻഫെക്ഷൻ ഇല്ലാതെയും ഏറ്റവും നല്ല രീതിയിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ, ഗവൺമെന്റ് ആശുപത്രികളിലും ഇന്ന് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഡയാലിസിസ് സൗജന്യമായിട്ടും അല്ലാതെയും കൊടുക്കാനായിട്ടുള്ള വ്യവസ്ഥയില്ല. പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ ഒട്ടുമില്ല. വളരെ കുറച്ച് കേന്ദ്രങ്ങൾ, റോട്ടറി പോലുള്ള ചില സ്ഥാപനങ്ങളും വടക്കൻ കേരളത്തിലും കുറച്ച് മോഡൽസ് സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു ഡയാലിസിസ് ഫ്രീ ഡയാലിസിസ് സെന്റേഴ്സ് നടത്തി വരുന്നുണ്ട്. അതിൽ തന്നെ അമ്പലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അമ്പല കമ്മിറ്റി മുന്നോട്ട് വരികയും അത്തരത്തിലാണ് നമ്മുടെ ഈ ഉദ്യമം ഈ ഒരു നിലയിൽ ആരംഭിക്കുവാനായിട്ടുള്ള സ്ഥിതിയിലെത്തി നിൽക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. രൂപയായിട്ടല്ല, ഡയാലിസിസ് രോഗികൾക്ക് നമുക്കിപ്പോൾ 4 മെഷീനാണുള്ളത്. 3 ഷിഫ്റ്റിൽ 12 രോഗികളെ ഒരു ദിവസം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റിന് ചിലപ്പോൾ 3 ദിവസത്തിൽ ഒരു തവണയായിരിക്കും ഡയാലിസിസ് വേണ്ടതെങ്കിൽ ആ 3 ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് 12 × 3 36 പേർക്ക് ഒറ്റ സെഷൻ ആ ഒരാഴ്ചയിൽ തന്നെ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഡയാലിസിസ് വേണ്ടി വരുന്നത് താൽക്കാലികമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു 3 മാസത്തേക്കായിരിക്കും. അത് കഴിയുമ്പോൾ അവർ ട്രാൻസ്പ്ലാന്റേഷനുള്ള സൗകര്യം കിട്ടി അവർ മാറും. അപ്പൊ അങ്ങനെ മാറുന്ന അടിസ്ഥാനത്തിൽ പുതിയ ആൾക്കാരെ നമുക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മെഷീൻ ആണെങ്കിലും നമുക്ക് അവിടെയുള്ള സ്ഥല സൗകര്യങ്ങൾ വിപുലീകരിച്ചിട്ട് നമുക്ക് ഇതിന്റെ എണ്ണത്തിൽ കൂട്ടി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.